നീ എങ്ങനെയാണെന്ന് നിനക്ക് തന്നെ അറിഞ്ഞൂടാ പിന്നെയല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഈ 5 പോയിന്റുകൾ, ഞാൻ പറയുന്ന 5 പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യവും. ഇതൊക്കെ ഒരു അച്ചീവ്മെൻ്റ് ആക്കി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒന്നും ആയിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഹായ്, നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് കോവേൺ നാർസിസിസ്റ്റുകളെ തിരിച്ചറിയാനുള്ള ഒരു 5 പോയിന്റുകളാണ് പ്രധാനമായിട്ടും ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ 5 പോയിന്റുകളുടെ കൂടെ 6ാമത് ഒരു ബോണസ് പോയിന്റ് കൂടി നമ്മളിന്ന് സംസാരിക്കുന്നുണ്ട്. തങ്ങളുടെ മാനിപ്പുലേഷൻ മറച്ചു വെക്കുന്നതിൽ മാസ്റ്റേഴ്സാണ് കോവേൺ നാർസിസിസ്റ്റുകൾ. അത് നാർസിസിസ്റ്റുകളിൽ തന്നെ ഏറ്റവും അപകടകാരികളാണ് ആ ഒരു കാര്യത്തിൽ കോവേൺ നാർസിസിസ്റ്റുകൾ. അതുകൊണ്ട് തന്നെ ഇവരുടെ മാനിപ്പുലേഷൻ വളരെ സബ്റ്റിലാണ്, വളരെ ഹാർഡാണ് അത് കണ്ടുപിടിക്കാനും. അതുകൊണ്ട് തന്നെയാണ് ഈ 5 പോയിന്റുകൾ, ഞാൻ പറയുന്ന 5 പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യവും. ഏറ്റവും പ്രധാനമായിട്ടും ഒരു കോവേൺ നാർസിസിസ്റ്റിനെ തിരിച്ചറിയേണ്ടത് നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് നാർസിസിസ്റ്റുകൾക്കുള്ളത് എന്നുള്ളൊരു പോയിന്റ്, അതല്ലെങ്കിൽ അതിലൂന്നി തന്നെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു നാർസിസിസ്റ്റിൻ്റെ പ്രസൻസ് എപ്പോഴും അൺഹെൽത്തി ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എനർജി നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഗട്ട് ഫീലിംഗ് നമുക്ക് തരുന്നവരായിരിക്കും ഏത് തരത്തിലുള്ള നാർസിസിസ്റ്റുകളാണെങ്കിലും. എന്നാൽ നേരെ മറിച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തി, ഹെൽത്തി ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള അസർട്ടീവായിട്ടുള്ള കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയിൽ പോസിറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. കോവേൺ നാർസിസിസ്റ്റിനെ തിരിച്ചറിയാനുള്ള റെഡ് ഫ്ലാഗുകളിൽ ഒന്നാമത്തെ റെഡ് ഫ്ലാഗാണ് പാസീവ് അഗ്രസീവ് ആണ് എന്നുള്ളത്. മറ്റ് നാർസിസിസ്റ്റുകളിൽ നിന്നും വിഭിന്നമായി, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് അവരുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് ഇൻഫ്ലിക്റ്റ് ചെയ്ത് തരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്നും നിങ്ങളിലേക്ക് തരുന്ന അബ്യൂസുകൾ ഒരു കോവേൺ നാർസിസിസ്റ്റ് തരുന്നത് വളരെ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും. അതിനൊരു ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എക്സാമ്പിളാണ് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിലൂടെ നിങ്ങളെ ഉപദ്രവിക്കുന്നതിൽ മാസ്റ്റേഴ്സാണ് ഒരു കോവേൺ നാർസിസിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളൊരു വാലിഡ് ആയിട്ടുള്ള കാര്യം ചൂണ്ടിക്കാട്ടി അവരുടെ ആ ഒരു ബിഹേവിയറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും അവർ നിങ്ങൾക്ക് തരുന്നത് പലപ്പോഴും. ഈ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈലൻസിൽ നിങ്ങൾ സ്വയം ഉരുകി തീർന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ സ്വയം നിങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക്, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങളിൽ നിരന്തരം ഉണ്ടാക്കുകയും ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കി നിങ്ങൾ തന്നെ സ്വയം നിങ്ങളെ പഴിക്കുന്ന ഒരു ലെവൽ വരെ ഇവർ വളരെയധികം ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തരും എന്നുള്ളതാണ്. ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നതെന്നും നിങ്ങൾ ആ സമയത്ത് എന്തായിരിക്കും ചിന്തിക്കുന്നത് എന്നുള്ളത് വരെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇവർ ആ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തരിക എന്നുള്ളതും. പലപ്പോഴും നിങ്ങൾ ആ സമയത്ത് പറയുന്ന കാര്യങ്ങൾ, അവരോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം അവർ ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നത് അവർ അവോയ്ഡ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ പീരിയഡിൽ. അതിനിടയ്ക്ക് ഞാൻ ഒരു തമാശ പാസ്സാക്കിയതാണ്, അല്ലെങ്കിൽ ജസ്റ്റ് കിഡിങ് എന്നുള്ള രീതിയിൽ ഞാനത് പറഞ്ഞതാണ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്ന കമൻറ്റുകൾ അവർ ഇതിനിടയ്ക്ക് പാസ്സാക്കും. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ആ ഡിഫറൻസ്? ഇവരുടെ പാസീവ് അഗ്രഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് നിങ്ങളെ മാനസികമായിട്ട്, നിങ്ങളുടെ ഇമോഷണൽ ഒരു ഹെൽത്തിനെ വളരെയധികം ഹാം ചെയ്യുന്ന രീതിയിൽ അഗ്രസീവായിട്ട് ഇവർ അറ്റാക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഇമോഷണൽ ഹെൽത്തിനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ വെൽബീയിങ്ങിനെയാണ്. അവിടെയാണ് ഇവർ വളരെയധികം ഡേഞ്ചറസ് ആകുന്നത്. ഇപ്പോൾ നിങ്ങളൊരു കോവേൺ നാർസിസിസ്റ്റിൻ്റെ അടുത്ത് നിങ്ങൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് ഷെയർ ചെയ്യുകയാണ്, നിങ്ങളുടെ ഒരു അച്ചീവ്മെൻറ്റ് ഷെയർ ചെയ്യുകയാണ്, നിങ്ങൾക്ക് ലൈഫിൽ സന്തോഷം നൽകിയ ഒരു കാര്യം ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അവർ ക്ലാസിക്കായിട്ട് റിയാക്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു ഐ റോൾ കൊടുത്തുകൊണ്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റും. അതിനുശേഷം ഇതൊക്കെ എത്ര തവണ നീ ചെയ്ത കാര്യമാണ്, ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ എന്ന് പറയുകയും അതിനൊപ്പം തന്നെ നിങ്ങളെ മറ്റൊരാളുമായി കമ്പയർ ചെയ്തുകൊണ്ട്, തൊട്ടടുത്ത അല്ലെങ്കിൽ ഒരാൾ നിങ്ങളുടെ ഫ്രണ്ടിനെ കമ്പയർ ചെയ്യുന്ന നീ കണ്ടില്ലേ, ഇതൊക്കെ എത്ര തവണ ചെയ്തതാണ്, ഇതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് പറയേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങളുടെ ഒരു എക്സൈറ്റ്മെൻറ്റിനെ, നിങ്ങളുടെ ഒരു സന്തോഷത്തിന്, നിങ്ങളുടെ ഒരു പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പിനെ കംപ്ലീറ്റ്ലി ഡിസ്മിസ് ചെയ്യുന്ന തരത്തിലുള്ള, കംപ്ലീറ്റ്ലി അടിച്ച് താഴ്ത്തുന്ന തരത്തിലുള്ള ഒരു കമൻ്റ് ആയിരിക്കും തൊട്ടടുത്ത നിമിഷം ഇവർ പാസ്സാക്കുന്നത്. അത് വളരെ സബ്റ്റിലായിട്ട്, വളരെ സാധാരണ ആകുന്ന ഒരു ടോണിലായിരിക്കും, ഒരു കാമർ ടോണിലായിരിക്കും ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കും, ഓക്കെ, അയ്യോ അങ്ങനെയല്ലേ പറഞ്ഞത്, ഒരു സീരിയസ് ആയി ദേഷ്യപ്പെട്ടൊന്നും ഇല്ലല്ലോ, ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ആ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങളെ അത്രത്തോളം നിങ്ങളുടെ കോൺഫിഡൻസിനെ നശിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. പിന്നെ ഒരു കോവേൺ നാർസിസിസ്റ്റിനെ തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ പോയിൻ്റാണ് വിക്ടിംഹുഡ് എന്ന് പറയുന്നത്. എപ്പോഴും വിക്ടിം കളിക്കുക എന്ന് പറയുന്നത് ഒരു കോവേൺ നാർസിസിസ്റ്റിൻ്റെ സ്ഥിരം പരിപാടിയാണ്. അതായത് അവരുടെ ഇതായിട്ടുള്ള മിസ്റ്റേക്കും അവർ തന്നെയാണ് അവിടെ കൃത്യമായിട്ട് മിസ്റ്റേക്ക് ചെയ്യുന്നത്, അവർ തന്നെയാണ് ക്ലിയറായിട്ടും
അവിടെ റോങ് ആയിട്ട് ബിഹേവ് ചെയ്തത് അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തത് എന്നുള്ള കാര്യം ഒരിക്കലും അവരത് നിങ്ങളാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയും അവർ വിക്ടിം കളിക്കുകയും ചെയ്യും. അതിലൊരു ക്ലാസിക് ആയിട്ടുള്ള എക്സാമ്പിളാണ് ഇവർക്ക് ബാഡ് മൂഡ് വരുന്ന സമയത്ത് അവർ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നുള്ളത്. അവരുടെ ബാഡ് മൂഡിന് കാരണക്കാർ നിങ്ങളാണ്. അതായത് നീ എന്നെ എപ്പോഴും ഇങ്ങനെ അറ്റാക്കിങ് ചെയ്യുന്ന രീതിയിൽ, നീ എന്നോട് എപ്പോഴും ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതുകൊണ്ട്, നീ ഈ രീതിയിൽ ഇങ്ങനെ വന്ന് പറയുന്നതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ ബാഡ് മൂഡ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ട് അയാളുടെ ബാഡ് മൂഡിനും കൂടെയുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ തലയിലിട്ട് വരും എന്നുള്ളതാണ്. നിങ്ങൾ വാലിഡായിട്ടുള്ള അവരുടെ റോങ് ആയിട്ടുള്ളൊരു ബിഹേവിയർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് കാരണം അവർക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ അത് കാരണം എനിക്ക് ബാഡ് മൂഡ് ഉണ്ടായി, അതുകൊണ്ട് നീയാണ് ഇതിന് കാരണക്കാരി, അല്ലെങ്കിൽ നീയാണ് ഇത് അറ്റാക്ക് ചെയ്തത്, നീ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ എപ്പോഴും എനിക്ക് ബാഡ് മൂഡ് ഉണ്ടാകുന്നത്, ഞാൻ ഇത്തരത്തിൽ നിന്നോട് ബിഹേവ് ചെയ്യുന്നത് എന്ന രീതിയിൽ പ്ലേറ്റ് കംപ്ലീറ്റ്ലി സ്വിച്ച് ചെയ്ത് നിങ്ങൾക്കെതിരെ അവർ തിരിക്കും. അതിന് മറ്റൊരു എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു നീഡ് നിങ്ങൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു ആവശ്യം, നിങ്ങൾ റിലേഷൻഷിപ്പിൽ നമ്മൾ നല്ലതായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, നമ്മൾ നല്ല രീതിയിലല്ല ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്, കുറേ കൂടെ റെസ്പോൺസിബിളായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സെക്ഷൽ ലൈഫിൽ നല്ല രീതിയിലല്ല പോകുന്നത്, കുറച്ചുകൂടെ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം, അതിനകത്തൊരു നല്ല ഇൻറ്റിമസി കൊണ്ടുവരണം, നിങ്ങൾ ഇൻറ്റിമേറ്റ് ആയിട്ടല്ല എന്നോട് ബിഹേവ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എന്ത് കാര്യം നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാലും അവർ നിങ്ങളോട് റിയാക്ട് ചെയ്യുന്നത് നീ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ്, ഇതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ എത്രയും ഉണ്ടാകുന്നത്, ഇത്രയും തിരക്കുള്ളൊരു ലൈഫിൽ ഇത്രയും സെൻസിറ്റീവ് ആകുമോ നിനക്ക്, അല്ലെങ്കിൽ ഇത്രയും സെൻസിറ്റീവായിട്ട് നീ ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ ലൈഫിൽ നീ എങ്ങനെ വിജയിക്കും, എങ്ങനെ നീ മുന്നോട്ട് പോകും, എന്തെങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റുമോ, വളരെ സെൻസിറ്റീവായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട എന്ത് കാര്യമാണുള്ളത്. ഒരു സ്ട്രോങ് ആയിട്ട് നീ ബോൾഡ് ആവുക, സ്ട്രോങ് ആവുക, അല്ലാതെ ഇങ്ങനെ സെൻസിറ്റീവ് ആവരുത്. ഇങ്ങനെയായിരിക്കും അവർ റിയാക്ട് ചെയ്യുന്നത്. ഇതിനൊപ്പം തന്നെ നിങ്ങൾ എന്തെങ്കിലും ദേഷ്യത്തിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ഇങ്ങനെ കുന്നുകൂടി കഴിയുമ്പോൾ നിങ്ങളത് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ശബ്ദം ഉയർത്തി പറയുകയോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ ഈ ഡ്രാമ കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കുന്നെന്ന് അറിയാം. എപ്പോഴും നിൻ്റെ ഈ ഡ്രാമ, നിൻ്റെ ഈ ബിഹേവിയർ, നീ സെൻസിറ്റീവ് ആവുന്നു, അതിനുശേഷം നീ ഇങ്ങനെ ഡ്രാമ കാണിക്കുന്നു, നീ ഒരു കാര്യത്തിനും നിനക്ക് ഒരു കോൺഫിഡൻസും ഇല്ല, അതിൻ്റെ ഇതും കൂടെ ദേഷ്യം കൂടെ നീ എൻ്റെ അടുത്താണ് തീർക്കുന്നത്, നീ ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെ ഡ്രാമ കളിക്കുന്നതിൻ്റെയും കൂടെ റെസ്പോൺസിബിലിറ്റി എൻ്റെ തലയിലാണ് വന്നിരിക്കുന്നത്, ഞാനാണ് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെയൊക്കെ കുഴപ്പങ്ങളെല്ലാം എനിക്കാണ് അനുഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ അവരെന്താണോ ലൈഫിൽ ചെയ്യുന്നത്, അവരാണ് അവിടെ ഈ ഡ്രാമയും ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങളിൽ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കവറപ്പ് ചെയ്യാനാണ് ഈ കാര്യങ്ങളൊക്കെ അവർ നിങ്ങളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളൊരു സ്പേസ് കിട്ടുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അയാളല്ലേ പ്രശ്നം ചെയ്തത്, പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ എന്നെ ഇതാക്കുന്നത്, ക്ലിയറായിട്ട് ഇയാളാണല്ലോ പ്രശ്നം ചെയ്തത് എന്ന് ചിന്തിക്കുമെങ്കിലും തൊട്ടടുത്ത നിമിഷം കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കും, നിങ്ങളുടെ ഉള്ളിലെ ഗിൽറ്റ് കൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും ആ ഒരു ട്രോമ ബോണ്ടിങ്ങിൻ്റെ പ്രശ്നം കാരണം തന്നെ നിങ്ങൾ വീണ്ടും അവരുടെ അടുത്തേക്ക് തന്നെ ചെല്ലും എന്നുള്ളതാണ്. ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ള സിറ്റുവേഷനാണ്, വളരെ ഡിഫിക്കൽട്ടാണ് ഒരു വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു കോവേർട്ട് നാർസിസ്റ്റിനെ ഡീൽ ചെയ്യുന്ന വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ നേരിടുക എന്നുള്ളത്. പിന്നെ കോവേർട്ടായിട്ടുള്ള ഒരു നാർസിസ്റ്റിനെ തിരിച്ചറിയാനുള്ള മൂന്നാമത്തെ സൈനാണ് സബ്റ്റിലായിട്ടുള്ള കൺട്രോൾ എന്ന് പറയുന്നത്. മറ്റ് നാർസിസ്റ്റുകളെ പോലെ അല്ല, വളരെ സബ്റ്റിലായിട്ടായിരിക്കും അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും നിങ്ങളുടെ കൺട്രോൾ എടുക്കുന്നതും. അതായത് ഇപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ ഇവർ പാസ്സാക്കുന്നത് വളരെ സബ്റ്റിലായിട്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്കത് മാനിപ്പുലേറ്റിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസിന് തകർക്കുന്ന ഒരു കമൻ്റാണെന്ന് തോന്നിയെന്ന് തന്നെ വരില്ല. അതായത് ഇത്തരത്തിൽ നീ പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിട്ടാണല്ലോ ഡീൽ ചെയ്യുന്നത് എന്നുള്ളൊരു കമൻറ്റ്, അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിളാണ് നീ എങ്ങനെയാണെന്ന് നിനക്ക് തന്നെ അറിഞ്ഞൂടാ പിന്നെയല്ലേ, ഇത്തരത്തിലുള്ള കമൻറ്റുകൾ. അത്തരത്തിൽ നിങ്ങളിൽ ഗിൽറ്റ് ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസിനെ താഴെ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ കൺട്രോൾ എടുത്ത ശേഷം അവർ നിങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ള ഫ്രണ്ട്സിൽ നിന്നും ഫാമിലീസിൽ നിന്നും നിങ്ങളെ അകറ്റിക്കൊണ്ടുവരും എന്നുള്ളതാണ്. അവർക്ക് ത്രെട്ടെന്ന് തോന്നുന്നത്, അതായത് നിങ്ങൾ ഒരു നല്ല സൗഹൃദം ഒരു വ്യക്തിയോട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ ബന്ധം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ എക്സ്പോസ്ഡ് ആവും എന്ന് തോന്നുന്ന ആൾക്കാരിൽ നിന്നുമെല്ലാം അവർ നിങ്ങളെ അകറ്റുമെന്നുള്ളതാണ്. കാരണം അവർക്കറിയാം ഈ ആൾക്കാരുമായിട്ട് ബന്ധം വെച്ച് കഴിഞ്ഞാൽ ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തി ചെയ്യുന്നതെന്ന് ആ ഒരു ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ആ സുഹൃത്ത് പറഞ്ഞു കൊടുക്കും എന്നുള്ള അറിവ് ഇവർക്ക് കൃത്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ അവരിൽ നിന്നെല്ലാം ഐസൊലേറ്റ് ചെയ്ത് ഇയാളുടെ കൺട്രോളിൽ കൊണ്ടുവന്ന് നിങ്ങളെ സഫർ ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് ഒരു കോവേർട്ട് നാർസിസ്റ്റ് ചെയ്യുന്ന ഏറ്റവും കണ്ണിങ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്ട്. പിന്നെ ഈ കോവേർട്ട് നാർസിസ്റ്റുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയാവുന്നതും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ആക്റ്റാണ്, ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ്
നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റുകളും പ്രധാനപ്പെട്ട കമ്മിറ്റ്മെൻറ്റുകളും ഇവർ മറക്കും എന്നുള്ളത് വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ ഒരു ലാഘവവും ഇല്ലാതെ ഈ കാര്യങ്ങൾ അവർ മറന്നു പോവുകയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മറന്നു പോവുകയും അതിൽ നിങ്ങൾക്ക് ദേഷ്യമുണ്ടാകുമ്പോൾ, ആ കാര്യത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, നിങ്ങൾ ആ ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ വളരെ സർപ്രൈസ്ഡ് ആയിട്ട് നീ എന്തിന് ഇത്ര അപ്സെറ്റ് ആവാൻ വേണ്ടി എന്താ ഉള്ളത്, ഇതൊക്കെ ഒരു നിസ്സാര കാര്യമല്ലേ, ഇതൊക്കെയാണോ നീ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം, നിനക്ക് ലൈഫിലൊരു ഇതിൻ്റെ ഒരു കാര്യം, ഈ ഒരു ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് വെക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? മറ്റുള്ള ആരും ഇങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. നിൻ്റെ ആ ഫ്രണ്ടിനെ നോക്കൂ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവരെ നോക്കൂ, എൻ്റെ ഈ നിന്ന ഫ്രണ്ടിനെ നോക്കൂ, അവരൊന്നും ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ, നീ ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റുകൾ അവർ അവോയ്ഡ് ചെയ്ത് തന്നെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ പ്രതികരിക്കുന്നത്. പിന്നെ നാലാമത്തെ ഇതിൽ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഡ് ഫ്ലാഗാണ് അവരുടെ ഉള്ളിൽ അവർ നിങ്ങൾക്കെതിരെ കൊണ്ട് നടക്കുന്ന അസൂയയും അമർഷവും. അതിനെ നമുക്ക് നാലാമത്തെ പോയിന്റ് എൻവി ആൻഡ് റിസൺമെൻറ്റ് എന്ന് വിളിക്കാം. ഇത് കോവേർട്ട് നാർസിസ്റ്റുകളിലും കോവേർട്ട് വൾണറബിൾ നാർസിസ്റ്റുകളിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്നാൽ നമുക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ സബ്റ്റിലായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സക്സസ് ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണെങ്കിൽ ഇവരിൽ ഉള്ളിൽ വളരെയധികം ഒരു അമർഷം ഉണ്ടായിരിക്കും. ആ അമർഷം പല രീതിയിലായിരിക്കും ഇവർ പ്രകടിപ്പിക്കുന്നത്. അതിനെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്, എപ്പോഴും നിങ്ങളുടെ ഒരു അച്ചീവ്മെൻറ്റ്, നിങ്ങളുടെ ഒരു ഹാപ്പിനെസ് ഇവരുമായിട്ട് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അപ്പോഴെല്ലാം അതിനെ ഡൗൺ പ്ലേ ചെയ്യുന്ന തരത്തിൽ, അതിനെ അടിച്ചു താഴ്ത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിനെ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള രീതിയിലേക്ക് കമൻറ്റ് പാസ്സാക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഇടുന്ന തരത്തിലേക്കായിരിക്കും ഇവർ പെരുമാറുന്നത് എല്ലാ തവണയും. അതായത് നിങ്ങളുടെ ആ ഒരു നല്ല കാലത്തിന് നിങ്ങളുടെ കഷ്ടപ്പാടിൽ നിന്നും, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും, നിങ്ങളുടെ പരിമിതമായിട്ടുള്ള അവസ്ഥകളിൽ നിന്നും നിങ്ങൾ വളരെയധികം അധ്വാനിച്ച് അല്ലെങ്കിൽ വളരെയധികം കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു കാര്യത്തെ വളരെ പാസീവ് അഗ്രസീവായിട്ടുള്ള രീതിയിലായിരിക്കും ഇവർ അടിച്ചു താഴ്ത്തുന്നത്. ഇവർ പറയുന്നത് ഇതൊരു ചെറിയ കാര്യമായിട്ട് വേണം നീ കണക്കാക്കാൻ, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, ഇതിൽ നിന്നൊക്കെ പെട്ടെന്ന് മൂഡ് ഓൺ ആവണം, അടുത്ത കാര്യത്തിലേക്ക് പോകണം, ഇതൊക്കെ ഒരു അച്ചീവ്മെൻ്റാക്കി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒന്നും ആയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്നുള്ള രീതിയിലേക്ക് അതിനെ അപ്പോൾ തന്നെ ഇവർ അടിച്ചു താഴ്ത്തും. അല്ലെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, നിങ്ങളുടെ ഒരു പോസിറ്റീവ് ഫീലിംഗ് ഇവർ ഇല്ലാതാക്കും. എന്ത് കാര്യം നല്ലത് നിങ്ങൾ പറഞ്ഞാലും, എന്ത് കാര്യം നല്ലത് നിങ്ങൾ ചെയ്താലും നിങ്ങളെ എപ്പോഴും അവർ മറ്റൊരാളുമായി കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒബ്വിയസ് ആയിട്ടുള്ള കോവേർട്ട് നാർസിസ്റ്റുകളെ മനസ്സിലാക്കാനുള്ള അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർ ഇമോഷണൽ വാമ്പയറുകളാണെന്നുള്ളതാണ്. ഇവർ ഇമോഷണൽ ഡെവിളാണ്. എന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി ഇവരോട് ചെലവഴിക്കുന്ന എല്ലാ സമയവും നിങ്ങളെ ഇമോഷണലി ഡ്രെയിൻ ആക്കിക്കൊണ്ടിരിക്കാൻ വളരെ മാസ്റ്റേഴ്സാണ്, അല്ലെങ്കിൽ സാമർഥ്യമുള്ളവരാണ് ഒരു കോവേർട്ട് നാർസിസ്റ്റ്. കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പരാതികൾ പറഞ്ഞുകൊണ്ട്, അതുപോരാ ഇതുപോരാ അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ ആ ഒരു നെഗറ്റിവിറ്റി പിന്നെയും കൊണ്ടുവന്നുകൊണ്ട് നിങ്ങളെ ഇമോഷണലി തളർത്തി ഇല്ലാതാക്കുന്ന ആൾക്കാരാണ്. നിരന്തരം നിങ്ങളെ ഇമോഷണലി ഡ്രെയിൻ ചെയ്യുന്നവരാണ് കോവേർട്ട് നാർസിസ്റ്റുകൾ. ഇതിൽ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ഇവരുടെ ഒരു ടാക്റ്റിക് ഉണ്ട്. ഇവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് വരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ അയ്യോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടല്ലോ എന്നൊരു രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് കംപ്ലീറ്റ്ലി അവിടെ നിങ്ങളെ കുറ്റം പറയുകയായിരിക്കും ചെയ്യുന്നത്. നീ ഇത് ചെയ്യുന്നത് ശരിയല്ല, ഇങ്ങനെയല്ല ഇത് ചെയ്യാനുള്ളത്, ഇത് ചെയ്യുന്ന ആ രീതിയിലാണ് ഈ രീതിയിലാണ്, എന്നാൽ ഇവർ നേരെ ഹെൽപ്പ് ചെയ്യുമോ അതുമില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ നിരന്തരം ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ഇൻകംപീറ്റൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയും എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഫീലിംഗ് നിങ്ങളിൽ ഒരുപാട് കൂടി വരികയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവർ കോവേർട്ട് നാർസിസ്റ്റുകൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇവരെ ഇമോഷണൽ വാമ്പയറുകളെന്ന് വിളിക്കുന്നതും ഇവർ ആ രീതിയിൽ അറിയപ്പെടുന്നത്. പിന്നെ ഒരു ബോണസ് പോയിന്റ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു പോയിന്റാണ് കോവേർട്ട് നാർസിസ്റ്റുകളുടെ ഗ്യാസ് ലൈറ്റിംഗ്. മറ്റുള്ള നാർസിസ്റ്റുകളെക്കാളും ഏറ്റവും കൂടുതൽ അപകടകരമായിട്ട് ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നത് കോവേർട്ട് നാർസിസ്റ്റുകളാണ്. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം ഇവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഏറ്റവും നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യം ഇവർ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ തൊട്ട് മുമ്പ് ചെയ്തൊരു കാര്യം, അവർ യഥാർത്ഥത്തിൽ ചെയ്തൊരു കാര്യം ഇവർ കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യും എന്നുള്ളതാണ്. ഞാനത് ചെയ്തിട്ടില്ല, എനിക്ക് തോന്നുന്നതാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കും എന്നുള്ളതാണ്. അത് തൊട്ട് മുമ്പ് നിങ്ങൾ കണ്ടൊരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് മുമ്പ് നിങ്ങൾ തെളിവോട് സഹിതം പിടിച്ചൊരു കാര്യമായിരിക്കും. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം. അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പിടിച്ചു, നിങ്ങൾ തെളിവോട് കൂടി ഇവരുടെ മുമ്പിൽ കാണിച്ചു. അപ്പോൾ തന്നെ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ലെന്നും, ഇതൊരു കോൺസ്പിറസി ആണെന്നും, എല്ലാവരും ചേർന്ന് അയാൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നും, ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലെന്നും, നിൻ്റെ പ്രശ്നമാണ് നീ അങ്ങനെ ചിന്തിച്ചതെന്നും വരുത്തി തീർക്കുന്നവരാണ് കോവേർട്ട് നാർസിസ്റ്റുകൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അത് പറഞ്ഞ നിങ്ങൾ, അല്ലെങ്കിൽ തൊട്ട് മുമ്പിൽ ആ കാഴ്ച കണ്ട നിങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി കണ്ട നിങ്ങൾ
നിങ്ങൾ തന്നെ ചോദ്യം ചെയ്യുക, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനാണോ ഇവിടെ മാനസികമായിട്ടുള്ള പ്രശ്നമുള്ള ആൾ? ഞാൻ മാനസിക രോഗിയാണോ? എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ തോന്നുന്നത് ഒരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ അത് പുറത്തുപോലും പറയാതെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അപകർഷതാബോധമായിട്ട് കൊണ്ട് നടക്കുമെന്നുള്ളതാണ്. നിങ്ങളിതെല്ലാം ഇമാജിൻ ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ കാണാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നിൻ്റെ മൈൻഡിൽ നീ ഇമാജിൻ ചെയ്ത് ഉണ്ടാക്കുന്നതാണെന്നും നീ ഓവർ റിയാക്ട് ചെയ്യുന്നതാണെന്നും, വളരെ ഓവർ റിയാക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യത്തിന് പോലും നീ ഓവർ റിയാക്ട് ചെയ്യാണ് എന്നുള്ള രീതിയിൽ അതിൻ്റെ കുറ്റവും കൂടെ നിങ്ങളുടെ തലയിൽ കൊണ്ടിട്ട് വരും എന്നുള്ളതാണ്. ഇല്ലാത്തൊരു കാര്യത്തിൻ്റെ കുറ്റം അല്ലെങ്കിൽ അയാൾ ചെയ്ത കാര്യം കയ്യോടെ പിടിച്ചിട്ട് നിങ്ങളത് അവതരിപ്പിക്കുമ്പോൾ നിങ്ങളാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ള രീതിയിലേക്ക് എല്ലാ കാര്യങ്ങളും കറക്കി കൊണ്ടുവന്ന് നിങ്ങളുടെ തലയിലിട്ട് വരും. അപ്പോൾ മാക്സിമം ഈ വീഡിയോകൾ നിങ്ങൾ കാണുമെന്നും ഈ വീഡിയോകൾ പ്രയോജനപ്പെടുത്തുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും കൂടെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഈ വീഡിയോസ് നിങ്ങൾക്ക് അറിയാവുന്നവരിലേക്ക്, നിങ്ങൾക്ക് ഹെൽപ്പ് വേണം അല്ലെങ്കിൽ കൊടുക്കണമെന്നുള്ളവരിലേക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.